VP സിംഗ് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? മതനിരപേക്ഷതയ്ക്കൊപ്പമോ അതോ വർഗീയതയ്ക്കൊപ്പമോ? ഞാനിപ്പോൾ എന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷമായി. എങ്ങനെ ന്യൂനപക്ഷമായി? ഞാൻ ബാബറി മസ്ജിദ് തകർക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ മാത്രം ഞാൻ ന്യൂനപക്ഷമായി. നിങ്ങൾ എന്റെ ഒപ്പമാണോ അതോ ബാബറി മസ്ജിദ് തകർക്കാൻ ശ്രമിക്കുന്ന BJPക്കൊപ്പമാണോ? രാജീവ് ഗാന്ധി എന്ന പ്രതിപക്ഷ മേധാവിനോട് അന്ന് VP സിംഗ് കാവ്യാത്മകവും ഏറ്റവും സർഗാത്മകവും രാഷ്ട്രീയ പ്രാധാന്യവുമുള്ള ആ ചോദ്യം ഉന്നയിച്ചു. ഇടതുപക്ഷം എക്കാലത്തും BJPക്ക് ഇവരുടെ നിലപാട് സ്വീകരിക്കുന്നു. ഞങ്ങൾ എണ്ണം നോക്കിക്കൊണ്ടല്ല, ഞങ്ങളുടെ അംഗബലം നോക്കിക്കൊണ്ടല്ല. ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാട്, സ്ഥായിയായി മതനിരപേക്ഷ നിലപാട് ഇന്ത്യക്കകത്ത് ഇടതുപക്ഷം എക്കാലത്തും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നിലപാടെന്താ? ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് നിങ്ങൾ മതനിരപേക്ഷതയ്ക്കൊപ്പമാണോ വർഗീയതയ്ക്കൊപ്പമാണോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി വിശ്വാസ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളൂ. VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ സന്ദർഭത്തിൽ ചിലർ പറയും, നിങ്ങളും BJPയും ഒന്നിച്ച് പിന്തുണച്ചത് കൊണ്ടാണല്ലോ BJP വളർന്ന് 2 സീറ്റ് ഉണ്ടായി BJP ഇങ്ങനെ വളർന്നെന്ന് ചിലർ പറയും. അല്ല, ഒന്നിച്ച് പിന്തുണയ്ക്കുമ്പോ 85 സീറ്റ് ഉണ്ട് BJPക്ക്. 1952 ഒന്നാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനസംഘവും ഹിന്ദു മഹാസഭയും ഉൾപ്പെടുന്ന ഹിന്ദുത്വ ഗ്രൂപ്പിന് 10 സീറ്റ് ഉണ്ട്. ആ 10 സീറ്റ് നയിച്ചയാൾ ശ്യാമപ്രസാദ് മുഖർജി. ആ ശ്യാമപ്രസാദ് മുഖർജി ജനസംഘത്തിന്റെയും RSSന്റെയും മേധാവ്. അദ്ദേഹത്തെയാണ് ലിഖായത്ത് ഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി പോയപ്പോൾ വിഭജനത്തിന് ശേഷമുള്ള ഒഴിവിലേക്ക് താൽക്കാലികമായിട്ടുള്ള മന്ത്രിസഭയിലേക്ക് നേരെ ശ്യാമപ്രസാദ് മുഖർജിയാണ് കോൺഗ്രസ് അംഗീകരിച്ച് അതിനകത്ത് ഉൾപ്പെടുത്തിയത്. അന്ന് 10 ഉണ്ടായിരുന്നു. അവർ പിന്നീട് 77 മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ 35 സീറ്റ് ഉണ്ടായിരുന്നു ജനസംഘത്തിന് ഇന്ത്യയുടെ പാർലമെന്റിൽ. പിന്നെ 27 അടിയന്തരാവസ്ഥ, ജനസംഘം മാറി, ജനതാ പാർട്ടിക്കകത്ത് പല പാർട്ടികൾ ലയിച്ചു, പുതിയ സംവിധാനം, അതിനകത്ത് തർക്കങ്ങൾ, അതിനുശേഷം BJP രൂപീകരണം. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ആദ്യത്തെ 2 സീറ്റ്, പിന്നെ 85 സീറ്റ്. 85 സീറ്റ് BJPക്ക് ഉള്ളപ്പോഴാണ് BJP പുറത്തു നിർത്തിയാൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുള്ളൂ എന്ന ഇടതുപക്ഷ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു നിർത്തി പിന്തുണ വാങ്ങി VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ആ സന്ദർഭത്തിൽ അദ്വാനിയുടെ രഥയാത്ര, ബാബറി മസ്ജിദ് തകർക്കാൻ ആ രഥയാത്ര മുന്നോട്ട് വരുമ്പോ ബീഹാറിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നു. VP സിംഗ് ലാലു പ്രസാദ് യാദവിനോട് പറഞ്ഞു, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഒഴിവാക്കി കഴിഞ്ഞാൽ BJP മുന്നണി മന്ത്രിസഭയിൽ ഒരിക്കലും ചേരാതിരുന്നിട്ടുള്ള ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ. ആ പാർട്ടിയാണ് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി. ലാലു പ്രസാദ് യാദവ് ബീഹാറിന്റെ മുഖ്യമന്ത്രി. അതിർത്തി കിടക്കുമ്പോ VP സിംഗ് പറഞ്ഞു ലാലു പ്രസാദ് യാദവിനോട്, അറസ്റ്റ് ചെയ്യണം അദ്വാനിയെ, രഥയാത്രയെ തടയണം, അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. ലാലു പ്രസാദ് യാദവ് എന്ന മുഖ്യമന്ത്രി അദ്വാനി അറസ്റ്റ് ചെയ്തു, രഥയാത്രയെ തടഞ്ഞു. BJP പിന്തുണ പിൻവലിച്ചു. VP സിംഗ് ന്യൂനപക്ഷമായി. VP സിംഗ് ന്യൂനപക്ഷമായപ്പോൾ വിശ്വാസ വോട്ടെടുപ്പിലേക്ക് വന്നു പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും അതിമനോഹരമായ പ്രസംഗങ്ങളിലൊന്ന് VP സിംഗിന്റേത്. VP സിംഗ് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? മതനിരപേക്ഷതയ്ക്കൊപ്പമോ അതോ വർഗീയതയ്ക്കൊപ്പമോ? ഞാനിപ്പോൾ എന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷമായി. എങ്ങനെ ന്യൂനപക്ഷമായി? ഞാൻ ബാബറി മസ്ജിദ് തകർക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ മാത്രം ഞാൻ ന്യൂനപക്ഷമായി. നിങ്ങൾ എന്റെ ഒപ്പമാണോ അതോ ബാബറി മസ്ജിദ് തകർക്കാൻ ശ്രമിക്കുന്ന BJPക്കൊപ്പമാണോ? രാജീവ് ഗാന്ധി എന്ന പ്രതിപക്ഷ മേധാവിനോട് അന്ന് VP സിംഗ് കാവ്യാത്മകവും ഏറ്റവും സർഗാത്മകവും രാഷ്ട്രീയ പ്രാധാന്യവുമുള്ള ആ ചോദ്യം ഉന്നയിച്ചു. എവിടെ നിന്നു കോൺഗ്രസ്? ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ചരിത്രത്തിൽ മറക്കാനാകാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത പാതകം കോൺഗ്രസ് ചെയ്തു. BJPക്കൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത് കോൺഗ്രസ് VP സിംഗിനെ പുറത്താക്കി. ഇന്ത്യയിൽ മതനിരപേക്ഷതയ്ക്കൊപ്പമോ എന്ന ചോദ്യത്തിൽ വർഗീയതയ്ക്കൊപ്പം BJPക്കൊപ്പം നിമ്മ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതാണ് കോൺഗ്രസ്. ഞങ്ങൾ 85 സീറ്റുള്ളപ്പോൾ പുറത്തു നിർത്തി പിന്തുണച്ചതല്ല BJPയുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ വളർച്ചയുടെ അടിത്തറ പാകി കൊടുത്തത്. അത് നിങ്ങൾ ചെയ്ത പൊറുക്കാനാവാത്ത പാതകം. VP സിംഗിനെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കി BJPക്ക് കൂടുതൽ സ്വീകാര്യത സൃഷ്ടിച്ച സന്ദർഭം. 2, നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബാബറി മസ്ജിദ് NS മാധവൻ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തില്ലേ?
അദ്ദേഹത്തിന്റെ കഥയിൽ തിരുത്തിൽ പറയുന്നുണ്ടല്ലോ, മധുബാൽ കഥാകാരൻ ഇരിപ്പുണ്ട്. ബാബരി മസ്ജിദ് എന്ന പത്രത്തിന്റെ തലക്കെട്ട് വിറയ്ക്കുന്ന കൈകളോടെ ജൂലിയറ്റ് എന്ന് പറയുന്ന പത്രാധിപർ ഏറ്റവും ഒടുവിൽ നോക്കുമ്പോ ഈ തലക്കെട്ട് കാണുകയാണ്, തർക്കമന്ദിരം തകർത്തു. അദ്ദേഹം പേനയെടുത്ത് വെട്ടി എഴുതി. ആരാ എഴുതിയത്? സുഹറയാണ്. ആ പേരുകൾക്കൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. ആ പേന കൊണ്ട് വെട്ടി പാകിസ്ഥാൻ രോഗം കൊണ്ട് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് പത്രാധിപർ എഴുതി ബാബറി മസ്ജിദ്. തർക്കമന്ദിരം എന്ന് പറഞ്ഞാൽ എപ്പോഴും തകർക്കാവുന്ന മന്ദിരമാണ്. ഇതാണ് അതിന്റെ സന്ദേശം. ബാബറി മസ്ജിദ് ഇന്ത്യയുടെ ഒരു വിഭാഗത്തിന്റെ ആരാധനയുടെ പ്രതീകം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായ കെട്ടിടത്തിന്റെ മീനാരങ്ങൾ ഒന്നിനുപുറകൊന്നായി ആൾക്കൂട്ടത്തിന്റെ ഫാസിസ്റ്റ് മനഃശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരം ഉറഞ്ഞു തുള്ളി തകർത്ത് തരിപ്പിടമാക്കുമ്പോ പ്രധാനമന്ത്രി കസേരയിൽ നിസ്സംഗനായിരുന്നു നരസിംഹറാവു. അവന് തൊട്ട് മുൻപ് നടന്ന ദേശീയോദ്ഗ്രഥ കൗൺസിൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയ രൂപങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും ക്രിയാത്മകമായ സംഭാവന ചെയ്ത ഹർകിഷൻ സിംഗ് സുർജീത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ ബ്ലാങ്ക് ചെക്ക് നൽകുന്നു. സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ വൈബിലാണ്. പക്ഷെ ഇന്ത്യയുണ്ടെങ്കിലേ, ഈ ഫെഡറലിസം ഉണ്ടെങ്കിലേ, മതനിരപേക്ഷത ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ രാജ്യത്ത് സംസ്ഥാന ഗവൺമെന്റുകളുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതറ്റം വരെ വേണമെങ്കിലും പോകാം. പക്ഷെ നരസിംഹറാവു ദേശീയോദ്ഗ്രഥ കൗൺസിൽ ഏകകണ്ഠമായി നൽകിയ പിന്തുണയുടെ കരുത്തിനകത്ത് നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം യുപിയിൽ അവിടെ അയോധ്യയിൽ ബാരക്കുകൾക്കകത്തിരിക്കുന്ന പട്ടാളത്തെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാതെ തകർച്ചയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് നിസ്സംഗമായി സാക്ഷ്യം വഹിച്ചു. തുറക്കാനാവാത്ത പതകം. അതിനേക്കാൾ മുൻപ് പൂട്ടി താക്കോലുകൾ സരയൂ നദിയിൽ മറ്റാർക്കും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ വലിച്ചെറിഞ്ഞ് കളയണമെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞ അതേ അയോധ്യയിലെ ക്ഷേത്രത്തിനകത്ത് ശിലാന്യാസം ചെയ്യാൻ രാജീവ് ഗാന്ധി അനുമതി നൽകി. ഇതാണ് ഇന്ത്യയിൽ ബിജെപിയുടെ വളർച്ചയ്ക്ക് പരിസരമൊരുക്കിയ കോൺഗ്രസിന്റെ സമീപനം. ബിജെപി രാജ്യത്തിന് അപകടമാണ്. ബിജെപി മതരാഷ്ട്രത്തിന് വേണ്ടി വിലകൊള്ളുന്നു. സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് ബിജെപി. വിശ്വാസിയുടെ വല്ല വർഗീയത, വിശ്വാസിയുടെ വിശ്വാസം അസ്വസ്ഥതകളിൽ ആശ്വാസത്തിന്റെ ആത്മന തണലേകുന്ന പ്രതീകമാണ്. വർഗീയവാദി അവനെ അധികാരത്തിന് വേണ്ടിയുള്ള ആയുധമാക്കി മാറ്റുന്നു. മഹാത്മാഗാന്ധി രാമന്റെ ഉദ്ധരണികൾ. രാമൻ ആശ്വാസത്തിന്റെ ആരൂപമാണ്. ഗോഡ്സെ രണ്ടാണ്. ജയ് റാം ശ്രീറാം ഗോഡ്സെ. മഹാത്മാഗാന്ധി റാം. രണ്ടും ഒരു രാമനല്ല. വിശ്വാസിയുടെ രാമനല്ല, വർഗീയവാദിയുടെ രാമൻ. ആ വിശ്വാസിയുടെ രാമനെ തിരിച്ചു പിടിക്കൽ മതനിരപേക്ഷ സമരമാണ്. ബിജെപി വർഗീയതയ്ക്കൊപ്പം നിൽക്കുന്നു, വിശ്വാസിക്ക് എതിരാണ്. ചിലര് കരുതും ഹിന്ദുത്വ എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസികൾക്ക് എതിരാണ്. വിശ്വാസം, ഹിന്ദു സംസ്കാരം എല്ലാം അപരത്വത്തെ പോലും എതിർക്കുന്നതാണ്. രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു, അപരനോട് എങ്ങനെ പെരുമാറണം? രമണ മഹർഷി പറഞ്ഞു, അവന് അപരനില്ലല്ലോ. എന്നുവെച്ചാൽ അതാണ് ആ കാഴ്ചപ്പാട്. അവനെ ആകെ തകർത്ത് വൈരത്തിന്റെ രാഷ്ട്രീയം സംഘപരിവാരം മുന്നോട്ട് വയ്ക്കുന്നു. അവന്റെ രാഷ്ട്രീയ രൂപം ബിജെപി. അവനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുമില്ല. മറുവശത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വിലകൊള്ളുന്ന ജമാഅത്ത് ഇസ്ലാമി, മൗദൂദിയുടെ കാഴ്ചപ്പാട്. മൗദൂദി ഇന്ത്യയുടെ അതിർത്തിക്കകത്തായിരുന്നു വിഭജനത്തിന് ശേഷവും. ഇന്ത്യയുടെ അതിർത്തിക്കകത്തല്ല ജീവിക്കേണ്ടത്, ഇസ്ലാമിക രാഷ്ട്രത്തിലാകണമെന്ന് പറഞ്ഞു പാകിസ്ഥാനിലേക്ക് പോയാലാണ് മൗദൂദി ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ്. മതരാഷ്ട്രത്തിന് വേണ്ടി വിലകൊള്ളുന്നു. RSS ഹിന്ദുത്വ, ഹിന്ദു രാഷ്ട്രീയം, ഹിന്ദു വിശ്വാസത്തിന്റെ വല്ല. ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രീയം, ഇസ്ലാമിക വിശ്വാസത്തിന്റെ വല്ല. രണ്ടും പിന്നെ വരാം. ഈ രണ്ടുമായി സന്ധി ചെയ്യുന്ന കോൺഗ്രസ് മറ്റതിന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് കോൺഗ്രസ് ശരിയായ നിലപാട് സ്വീകരിച്ചോ? ഏറ്റവും വലിയ ഹരിയാന നിങ്ങൾ നോക്കൂ. ജനങ്ങൾ എങ്ങനെയെങ്കിലും BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിച്ചു എന്ന് പൊതുവെ എല്ലാ സർവേകളും പറഞ്ഞ ഹരിയാനയിൽ കോൺഗ്രസിന്റെ അമിത അധികാരം, അഹന്ത, ഘടകകക്ഷികളെയും യോജിക്കാവുന്ന സംവിധാനങ്ങളെയും അകറ്റിനിർത്തി ഹരിയാനയിൽ വീണ്ടും BJP. നേരത്തെ രാജസ്ഥാൻ, അതിനു മുൻപ് മധ്യപ്രദേശ് ഇതേ സമീപനം സ്വീകരിച്ചു. കോൺഗ്രസിന് BJP നേരിടുന്നതിൽ
ചില തെറ്റായ സമീപനങ്ങളുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യയിൽ ഈ സമീപനം സ്വീകരിക്കുന്നു, കേരളത്തിൽ BJPയോട് ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ സുധാകരൻ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലെങ്കിലും ഞങ്ങളുടെ വനിതാ നേതാക്കൾ അപമാനിക്കപ്പെട്ടെങ്കിലും നഷ്ടമൊന്നുമില്ല, ലാഭമാണ് ഉള്ളത്. നമ്മുടെ ഏതെങ്കിലും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ അയൽവക്കത്തെ വീട്ടിലുള്ള ആളുടെ ബന്ധു എങ്ങാനിത് പറഞ്ഞിരുന്നെങ്കിൽ ന്യൂസ് അവറിൽ എത്ര ദിവസമായിരിക്കും ചർച്ച ആലോചിച്ചു. ഇപ്പൊ തീരും, പൊതുബോധം ഇങ്ങനെ നിൽക്കില്ലേ? ഉദാഹരണം നമ്പർ കൊടുക്കും. ഷാജിക്ക് കാവൽ എന്ന അഭിമാനം വേറൊരാൾ ഗുരുജി ഗോൾവാൾക്കറുടെ ഇതിനകത്ത് തിരി കൊടുത്ത് വെക്കുന്നു, അത് അഭിമാനം. ഇവിടെ നമ്മുടെ MLA മുരളി നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ ശത്രു, ഞങ്ങളാണോ BJP ആണോ? അപ്പൊ പ്രതിപക്ഷ നേതാവ് ഒരു മിനിറ്റ് പോലും എടുക്കാതെ പറഞ്ഞു, നിങ്ങളാണ് ഞങ്ങളുടെ ശത്രു ഇവിടെ കേരളത്തിൽ. ഈ രാജ്യത്തിന് അപകടം തിരിച്ചറിയാതെ BJPയും ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടി മതനിരപേക്ഷ തകർക്കുന്ന സംവിധാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇപ്പൊ കോൺഗ്രസ് ഈ നാടിന്റെ താല്പര്യത്തിന് എതിരാണോ? കോൺഗ്രസ് വികസനത്തിന് എതിരാണോ? BJP ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പേര് അധികാരത്തിൽ വന്ന് ഭൂരിപക്ഷം വരുന്ന വിഭാഗത്തെയും പുറംവള്ളുന്ന വൈരത്തിന്റെ രാഷ്ട്രീയം അവർ മുറുകെ പിടിക്കുന്നു. അതുകൊണ്ട് BJPയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക, കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക,